പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നു നിന്നുകൊണ്ട് അമ്മയുടെ പ്രതിഷേധന സാക്ഷിയായിട്ട് നിൽക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കിയ അമ്മ മാതാവിനും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഞാൻ ചെങ്ങന്നൂന്ന് വരുന്നു. ഇതെൻ്റെ കുടുംബം. എൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഞങ്ങളുടെ മക്കൾ ജോവാഷ് ആൻഡ് ജോഹാൻ. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഫോർ ഗുഡായിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ആ സാക്ഷ്യങ്ങൾ ഈ ലോകത്തോട് മുഴുവൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 2025 ജൂലൈ 21 ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി ചർച്ചിൽ ഈ ആലയത്തിൽ വന്ന് എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവിലൂടെ എൻ്റെ കർത്താവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നേടിത്തന്നു. എല്ലാവരെയും പോലെ ഞാനും ഒരു മൈഗ്രേഷന് വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. 2-3 ഇൻ്റർവ്യൂസൊക്കെ ഞാൻ ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്തു, അറ്റൻഡ് ചെയ്തു, പക്ഷേ ഫെയിലായി. പക്ഷേ ജൂലൈ 21 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ 3ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. വിതിൻ 6 months, അതായത് ഡിസംബറിൽ എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി, അതും എൻ്റെ കുടുംബത്തോടൊപ്പം. ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗം കൂടുമായിരുന്നു. ഓൺലൈനായിട്ടാണ് കൂടുന്നത്. അത് പ്രാർത്ഥിച്ച് വെഡ്നെസ്ഡേയിലും സാറ്റർഡേയിലുമുള്ള ഫാസ്റ്റിംഗ് പ്രെയറും അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു വലിയൊരു സാക്ഷ്യമാക്കി നിൽക്കാനായിട്ട് സാധിച്ചത്. അതിന് ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, പക്ഷേ ഞാൻ യൂട്യൂബിലൂടെ വീഡിയോസ് കാണുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 17/2/2026, കാരണം എൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിൻ്റെ ഫോർമാലിറ്റീസ് നടക്കുന്ന സമയമായിരുന്നു. കാരണം 18 തീയതി ഈദ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ബൈബിളിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ രേഖകൾ, എൻ്റെ കോൺട്രാക്റ്റും എല്ലാം അച്ഛൻ പറയാറുണ്ട്, നിങ്ങളുടെ രേഖകളെല്ലാം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ 5:30 AM പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയണം, അതുപോലെ ഞാൻ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 17/2/2026 എൻ്റെ എല്ലാ ഫോർമാലിറ്റീസും പേപ്പർ വർക്കും കംപ്ലീറ്റായി എൻ്റെ വിസ ക്യാൻസലേഷന് ഞാൻ കൊടുത്തു. ദൈവമാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിനും കോടാനുകോടി നന്ദി പറയുന്നു. 3ാമതായിട്ട് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വാറിൻ്റെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞങ്ങളത് അനുഭവിച്ചും കണ്ടും വന്നവരാണ്. എൻ്റെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ട് എനിക്ക് കുവൈറ്റിൽ നിന്ന് ട്രാൻസിറ്റ് വിസ സൗദി കിട്ടില്ല. കാരണം ഒരു 5 months വാലിഡിറ്റി എങ്കിലും കുവൈറ്റ് റെസിഡൻസ് വേണം. ഒരുപാട് ടെൻഷൻ അടിച്ചു. എയർ സ്പേസ് ഇല്ല, എങ്ങനെ വരും? ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല, എങ്ങനെ നാട്ടിലെത്തും? ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയിൽ വെച്ചു പ്രാർത്ഥിച്ചു, വിഷയം വെച്ചു പ്രാർത്ഥിച്ചു. ഇന്ത്യൻ എംബസിക്ക് ലെറ്റർ എഴുതി. ദൈവം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 4ാമനായിട്ട് തീച്ചൂളയിലിൻ്റെ നടുവിലിറങ്ങി വന്ന കർത്താവ്, ആ കർത്താവ് ഇന്ത്യൻ എംബസിയിൽ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ആ പുള്ളി അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ, സിസ്റ്ററിൻ്റെ പേര് കണ്ടപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പേര് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ 4 പേരുടെയും പേര് ആ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സൗദി ബോർഡർ വഴി ട്രാൻസിറ്റ് വിസ കിട്ടി. ഞങ്ങൾ 27/3/2026 കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഒരു ഹെക്റ്റിക് ജേർണി ആയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ആ വിശ്വാസ പ്രമാണം പ്രൊക്ലെയിം ചെയ്ത്, അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് എ പ്രയർ, ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. അത് പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായ പിതാവേയും ചൊല്ലി ഞാനും എൻ്റെ കുടുംബവും ഇന്ന് സേഫായിട്ട് ഈ സ്ഥാനത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ മാതാവ് സാഹചര്യം ഒരുക്കി. അതിനായിട്ട് നന്ദി പറയുന്നു. ഇത്രയും വഴി നടത്തിയ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും അമ്മയുടെയും യേശുപ്പച്ചൻ്റെയും പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയായിട്ട് നിൽപ്പാൻ എന്നെ, എൻ്റെ കുടുംബത്തെയും തമ്പുരാനും അമ്മ മാതാവും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കുവൈറ്റിലായിരുന്നു. അവിടെ എനിക്ക് മലയാളം പത്രം ഞാൻ ആദ്യം കൊണ്ട് കൊടുക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും കൃപാസന അമ്മയെന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല.
അപ്പോൾ ഞാൻ അത് ഇംഗ്ലീഷ് പത്രം വരുത്താൻ തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വരുന്നത് ഞാൻ അറിഞ്ഞു. ആ ചേച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം കൊണ്ടുവന്നു. നമുക്ക് എല്ലാവരോടും പറഞ്ഞു കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം. അങ്ങനെ ഇംഗ്ലീഷ് പത്രവും അത് റോസറിയും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഫിലിപ്പിനോ കമ്മ്യൂണിറ്റീസ് ചർച്ചിലും ഗോവൻ കമ്മ്യൂണിറ്റീസിലും അവിടെയും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ ഒരു വാക്കിൽ, കാരണം അവിടെ പബ്ലിക്കായിട്ട് നിന്ന് പറയാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എങ്കിലും അതൊക്കെയും ചെയ്യുവാനായിട്ട് എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഇടയാക്കി. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി സപ്പോർട്ടീവാണ് എന്നെ. കാരണം അവിടെ എവിടെ ആവശ്യമുണ്ടോ അവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ ജെന്യൂനായിട്ട് തോന്നിടത്ത് ആ അക്കൗണ്ട് നമ്പറിൽ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അതുകൂടാതെ ഗാന്ധി ഭവനും സ്നേഹധാര ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ ഓഫർട്രി ആയിട്ട് ഞങ്ങൾ ഫുഡിനും ഒരു നേരത്തെ ആഹാരത്തിനുമായിട്ടൊക്കെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുകൂടാതെ ബർത്ത്ഡേസ്, വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു വരുമാനമെടുത്ത് അതും ഞങ്ങൾ ഓഫർട്രി ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പറയാനുള്ളത്, ദൈവവചനം വായിക്കുന്നത്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, മുടങ്ങാതെ നടത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം ഡ്യൂട്ടിയും പല കാര്യങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും അടുത്ത ദിവസം അത് ഞങ്ങൾ മസ്റ്റായിട്ട്, അതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് വേണം പറയാൻ. ഞാനിലൂടെ എൻ്റെ കുടുംബവും ആ കുടുംബ പ്രാർത്ഥനയിൽ ഇപ്പോഴും നാട്ടിൽ വന്നിട്ടാണെങ്കിലും അത് ചെയ്യുവാനായിട്ട് ഞങ്ങളെ ദൈവം തമ്പുരാൻ ഇടയാക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ള, നമ്മുടെ ഒത്തിരിയും ആൾക്കാർ പ്രവാസ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. കാരണം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തികളിലും നമ്മുടെ രാജ്യങ്ങളിലും എല്ലാം തരുവാനായിട്ട് നമ്മൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ കർത്താവിനോട് അപേക്ഷിച്ച് അതിനൊരു നീക്കുപോക്ക് വരുത്തുവാൻ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുക. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശുവപ്പയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ആവേ മരിയ. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 5-ാം തിരുവചനം. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. നിഷയുടെ കുടുംബത്തോടൊപ്പം വന്ന്, ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടൊപ്പം വന്ന് വലിയൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളിവിടെ ഏറ്റുപറയുന്നത്. അവരുടെ അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് വളരെ ശക്തമായി ഇടപെട്ടതും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തതും എന്നതിനെക്കുറിച്ച് നിഷ ഇവിടെ വിവരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ RN ലഭിക്കാൻ വേണ്ടി ഈ മകൾ 2 തവണ പരിശ്രമിച്ച് ഫെയിലായപ്പോൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അതിലൂടെ മകൾക്ക് പെട്ടെന്നുണ്ടായ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ആ ജീവിതഭാരം, അവരുടെ ആ ക്ലേശത്തെ ഹനിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. നാം എത്ര തന്നെ സങ്കടത്തിലായിരുന്നാലും, നമുക്ക് എത്ര തന്നെ യോഗ്യതകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, നമുക്ക് കൃപ ലഭിച്ചില്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമായിരിക്കുകയില്ല എന്നാണ് നിഷയ്ക്ക് ഇവിടെ ഏറ്റുപറയാനുള്ളത്. അതുപോലെ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. ഇനി എന്ത് എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? എൻ്റെ സമയം നീണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ വ്യാഖ്യാനിച്ചതുപോലെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വ്യാഖ്യാനിച്ചതുപോലെ, വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ എന്നുള്ള ആശങ്കയിലാണ് നാം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ കുടുംബത്തിനെ ആ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെയധികം വ്യക്തമാക്കിയതായി അവർ ഏറ്റുപറയുകയാണ്. കുവൈറ്റിൽ നിന്ന് ഇവിടെ വരുവാനായി യാതൊരു സാധ്യതകളും കാണുന്നില്ല. ഇവിടെയാണ് പരിശുദ്ധ അമ്മ അവർക്ക് എംബസിയിൽ തന്നെ നേരിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടി ഒരു ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. സഹോദരി പറഞ്ഞതുപോലെ തീച്ചൂളയിൽ നാലാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ദൈവദൂതൻ. പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ്. നമുക്കറിയാവുന്നതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ പറയുന്ന 2-ാം തിരുവചനം, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ ഒരു അത്ഭുതം. നമുക്ക് എന്തു തന്നെ സംഭവിച്ചാലും
ഉടമ്പടിയാണ് നമ്മുടെ ഉറപ്പ്. ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ഈ കുടുംബം ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുന്നു എന്നവർക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് അവർ ജീവിക്കുന്നതുകൊണ്ടാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ആർക്കും തന്നെ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത് പോലെ നിത്യരക്ഷയും അനുദിന ജീവിതവും ഉടമ്പടി വഴി ഉറപ്പാകും. അവരിങ്ങനെ കൃത്യമായി ഉടമ്പടി ജീവിച്ചു പോകുമ്പോൾ, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അപ്പക്കുട്ടയും കലവും എല്ലാം എപ്പോഴും നിറഞ്ഞിരിക്കും. നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇവർ പ്രാർത്ഥിക്കുന്നത് പോലെ ലോകം മുഴുവനും വേണ്ടി അവർ ഇന്ന് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഇവരുടെ പ്രാർത്ഥനയോടെ നമ്മുടെ സ്വന്തപ്പെട്ടവരെല്ലാം അകന്നിരിക്കുന്നവർക്കെല്ലാം വേണ്ടി, ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, നാട്ടിലേക്ക് വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി, ജോലി സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.